The next turnover ratio is fixed assets turnover ratio. ഇപ്പോൾ ഫിക്സഡ് അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സെയിൽസ് ഉണ്ടാവുള്ളൂ, അതേപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കമ്പനിക്ക്. സോ ഫോർ നോയിങ് വെദർ ഫിക്സഡ് അസറ്റ്സ് ആർ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്, ഫിക്സഡ് അസറ്റ് റേഷ്യോ ഇസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. നെറ്റ് സെയിൽസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. നെറ്റ് സെയിൽസിന് പകരം ചില സമയത്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും എടുക്കും കേട്ടോ, കോസ്റ്റ് ഓഫ് സെയിൽസും എടുത്ത് ചെയ്യാം. അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ഇനി കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് എടുക്കുന്നതെങ്കിൽ സെയിൽസ് മൈനസ് GP. അപ്പോൾ അതിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ തരും. നമുക്ക് ബാലൻസ് ഷീറ്റൊക്കെ ഡ്രോ ചെയ്യാൻ പറയും ഈ റേഷ്യോസ് വെച്ചിട്ട്. ആ സമയത്തൊക്കെ അവർ ബ്രാക്കറ്റിൽ തന്നെ തരും ഫിക്സഡ് അസറ്റ് റേഷ്യോ, അതായത് സെയിൽസ് എടുത്തിട്ടാണോ ചെയ്തിരിക്കുന്നത് അതോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണോ എന്നുള്ളത്. പിന്നെ നെറ്റ് ഫിക്സഡ് അസറ്റ്. നെറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഫിക്സഡ് അസറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നെറ്റ് ഫിക്സഡ് അസറ്റ് മീൻസ് അസറ്റ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. പിന്നൊരു കാര്യം ശ്രദ്ധിക്കുക, ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് മാത്രം എടുത്താൽ മതി, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് എപ്പോഴും ഇതിൻ്റെ റേഷ്യോൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ദ ഫിക്സഡ് അസറ്റ്സ് ആർ യൂസ്ഡ്. ഓക്കെ, അതായത് ഇത് എന്തിനു വേണ്ടിയിട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്? ഫോർ ഡിറ്റർമിനിങ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് the investment in fixed asset have been achieving its objectives, generating sales. Okay, അപ്പോൾ എപ്പോഴും എ ഹയർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ എപ്പോഴും നല്ലത് ഹൈ റേഷ്യോ ആണ്. ഒരൊറ്റ പ്രോബ്ലം നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. യു ഹാവ് ഗിവൺ ഫിക്സഡ് അസറ്റ്സ് അറ്റ് കോസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ. അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ യു വിൽ ഗെറ്റ് നെറ്റ് ഫിക്സഡ് അസറ്റ്സ്. പിന്നെ ഗ്രോസ് സെയിൽസ്, സെയിൽസ് റിട്ടേൺസ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതൊന്ന്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല. നെറ്റ് സെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രോസ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺസ്. ബട്ട് ഫിക്സഡ് അസറ്റ് ടേൺ ഓവറിൻ്റെ റേഷ്യോ ആദ്യം എഴുതി വെക്കുക. നെറ്റ് സെയിൽസ് മൈനസ് ഫിക്സഡ് അസറ്റ്. സോ നെറ്റ് സെയിൽസ് എത്രയാണ്? ടോട്ടൽ സെയിൽസ് 12,50,000 മൈനസ് റിട്ടേൺസ് 50,000. സോ ദാറ്റ് കംസ് 12 lakh. ദെൻ നെറ്റ് ഫിക്സഡ് അസറ്റ് കിട്ടിയില്ലേ? ടോട്ടൽ അസറ്റിൻ്റെ അകത്ത് നിന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാം. സോ ദ റേഷ്യോ 12 lakh ഡിവൈഡഡ് ബൈ 2 lakh 6 times. ഓക്കെ, അപ്പോൾ ഇത്രയും ടേൺ ഓവർ റേഷ്യോസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ പറയും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് കാൽക്കുലേറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞ് വരും. അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. The following information is given about measures SP Limited for the year ending 31st March 2002. Stock turnover ratio 6 times. Gross profit ratio 20% on sales. Sales for the year 3 lakh. Closing stock is rupees 10,000 more than opening stock. Opening creditors 20,000, closing creditors 30,000, trade debtors at the end 60,000, net working capital 50,000. ഇത്രയാണ് തന്നിരിക്കുന്ന ഡാറ്റ. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് or ഫൈൻഡ് ഔട്ട് എന്തൊക്കെ കാണാൻ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? ആവറേജ് സ്റ്റോക്ക്, പർച്ചേസസ്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ആവറേജ് പേയ്മെൻറ്റ് പീരിയഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഓരോന്നിൻ്റെ ഫോർമുല മനസ്സിലേക്ക് വരണം. ഇപ്പോഴേക്ക് ഫോർമുല തറവാവണം കേട്ടോ. ഓരോ ആക്ടിവിറ്റി റേഷ്യോസ് ഏതാണെന്നുള്ളത് എഴുതി വെക്കുക, അതിൻ്റെ ഫോർമുലയൊക്കെ എഴുതി വെക്കുക. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഏതാണെന്ന് എഴുതുക, അതിൻ്റെ ഫോർമുല എഴുതുക. അങ്ങനെ ആക്കിയിട്ട് സെറ്റാക്കി വെച്ചോളണം. ഓക്കെ, അപ്പോൾ ആവറേജ് സ്റ്റോക്കാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു ഫൈൻഡ് ഔട്ട് ആവറേജ് സ്റ്റോക്ക്. ബട്ട് ഇൻ ദിസ് പ്രോബ്ലം ഇങ്ങനൊരു ഹിൻ്റാണ് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് 10,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്.
പിന്നെ നമുക്കിവിടെ സെയിൽസും ജി പി തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റും. അത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ആവറേജ് സ്റ്റോക്ക് കാണാൻ വേണ്ടിയിട്ട് ഏത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അല്ലാണ്ട് വേറൊരു രീതിയിൽ നമുക്കിതിൽ ആവറേജ് സ്റ്റോക്ക് കാണാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല എഴുതുക, അതിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നിങ്ങൾക്കറിയാം, കാരണം സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇവിടെ തന്നതുമാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് എന്ന്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 6 ടൈംസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ 6 ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെയിൽസ് മൈനസ് ജി പി. സെയിൽസ് 3 lakh തന്നിട്ടുണ്ട്, ജി പി 20% എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. 20% എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ജി പി നമ്മൾ കാണാനുള്ള ഫോർമുല ജി പി ഡിവൈഡഡ് ബൈ സെയിൽസ് അല്ലേ. അപ്പോൾ 20% ഓൺ സെയിൽസ് ആണെന്ന് അറിയാം. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് 2,40,000. ഓക്കെ, ഇനി ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, യു വിൽ ഗെറ്റ് ആവറേജ് സ്റ്റോക്ക് ആസ് 40,000. ചെയ്തിട്ട് തന്നെ എഴുതിക്കൂടാ. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റത്തത് കിട്ടി. ഏതാണ്? ആവറേജ് സ്റ്റോക്ക് കിട്ടി. രണ്ടാമത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് പെർച്ചേസസ് ആണ്. പെർച്ചേസസ് കാണണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയാം. ഇപ്പം ആവറേജ് സ്റ്റോക്ക് കിട്ടിയതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഏത് ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി? പെർച്ചേസസ് കിട്ടാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഓരോന്നും ചെയ്യുന്ന സമയത്ത് ഏതിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ പെട്ടെന്ന് വരണം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ്. അതിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പർച്ചേസസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കിട്ടിയാൽ മതി. ഇവിടെ ഒരു ആവറേജ് സ്റ്റോക്ക് നമുക്കറിയാം. ആവറേജ് സ്റ്റോക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 40,000. ഓക്കെ, ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഓപ്പണിംഗ് എത്രയാണ്, ക്ലോസിംഗ് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് 10,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്ര വരും? ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാട്ടും 10,000 കൂടുതലാണ്. അപ്പോൾ എക്സ് പ്ലസ് 10,000 വരും. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? എക്സ് 2x പ്ലസ് ഇങ്ങനെയാണ് വരിക. 2x പ്ലസ് 10,000 എന്ന് പറയുന്നത് എത്ര കിട്ടിയിട്ടുണ്ട്? അത് ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 40,000. അപ്പോൾ 2x പ്ലസ് 10,000 ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 80,000 ആവും. ഓക്കെ, അപ്പം 2x is equal to 80,000 മൈനസ് 10,000 എന്ന് പറയുമ്പോൾ 70,000. അപ്പോൾ ഈ 70,000 2x എന്ന് പറയുന്നത് 70,000. അപ്പോൾ x എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് 70,000 ഡിവൈഡഡ് ബൈ 2 35,000. അപ്പോൾ x ആയിട്ട് നമ്മൾ എടുത്തിരുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000 കിട്ടി. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് മോർ എത്രയാണ് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ₹10,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000 കിട്ടിയ സ്ഥിതിക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45,000 ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ മതി. ഇനി എക്സ് എടുക്കുന്നില്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തോളാം. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ പെർച്ചേസസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് കിട്ടിയത് നമുക്ക്? ഓപ്പണിംഗ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2,40,000 ഇസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000 പ്ലസ് പെർച്ചേസസ് അങ്ങനെ തന്നെ എഴുതിയാൽ മതിയാണ് നമുക്ക് കിട്ടേണ്ടത്, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 45,000. അപ്പോൾ അത് പർച്ചേസസ് കിട്ടാൻ വേണ്ടി പർച്ചേസസിനെ അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെയായി മാറും. 2,40,000 പ്ലസ് 45,000 മൈനസ് 35,000 എന്നാവും. സോ യുവർ പർച്ചേസസ് ഇസ് 2,50,000. ഓക്കെ, അടുത്തത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ടാവും. അതിൻ്റെ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ്? നെറ്റ് ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണെന്നുള്ളത്.
ഓക്കെ. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ പർച്ചേസിൽ നിന്ന് ക്യാഷ് പർച്ചേസ് മൈനസ് ചെയ്താൽ മതി. ഇവിടെ അങ്ങനത്തെ ഹിൻ്റ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ടോട്ടൽ പർച്ചേസസ് എന്തായിട്ട് അസ്യൂം ചെയ്യണം? ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ. അപ്പം ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് ഫോർമുല, ആനുവൽ ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസസ് എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്? ടോട്ടൽ പർച്ചേസസ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു 2,50,000 ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ആവറേജ് ട്രേഡ് ക്രെഡിറ്റേഴ്സിൻ്റെ ഫോർമുല ഓർക്കുന്നുണ്ടോ? ഓപ്പണിംഗ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ ഓപ്പണിംഗ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഇല്ല, ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ഓപ്പണിങ്ങും ക്ലോസിങ്ങും. അപ്പോൾ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് 20,000 ആണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്, ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് 30. അപ്പോൾ 20,000 പ്ലസ് 30,000 ഡിവൈഡ്, അപ്പോൾ 3 lakh ഡിവൈഡഡ് ബൈ 60,000 എന്ന് പറയുമ്പോൾ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 5 times കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ 365 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി ആവറേജ് കളക്ഷൻ പീരീഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ സാവധാനം ചെയ്ത് പഠിക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ്. എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക, ടേൺ ഓവർ റേഷ്യോസിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ ആണെങ്കിലും സ്റ്റോക്ക് ടേൺ ഓവർ ആണെങ്കിലൊക്കെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എടുക്കാം. അത് കണ്ടുപിടിക്കാൻ ഗ്രോസ് പ്രോഫിറ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ സെയിൽസ് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉള്ളത് കൊണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2,40,000 ഡിവൈഡഡ് ബൈ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 50,000 എന്ന് പറഞ്ഞിട്ട്. സോ യുവർ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 4.8 times. ഓക്കെ. അപ്പോൾ ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള ഒരു പ്രോബ്ലം ഹോംവർക്കായിട്ട് തരുന്നുണ്ട്, അതിരുന്നങ്ങാണ്ട് ചെയ്യാം. ഓക്കെ.